ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നല്ലൊരു അടിപൊളി ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് ഒരു വള്ളി പോലെ പടർന്നു പോകുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു വീട്ടിൽ. അത് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഒരു ദിവസം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. റൗണ്ട് ചെയ്ത് കെട്ടി വെച്ചേക്കുവാണ്, ചാക്ക് ചിരട് എടുത്ത് കെട്ടി വെച്ചേക്കുവാണ് കേട്ടോ. ഇനി ഇതാ ഞാനിവിടെ എടുക്കുന്നത് തേങ്ങയുടെ മുകളിലുള്ള ക്യാപ്പാണ്, അതായത് ആ പൂ പോലെയുള്ള സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഡ്രൈ ലീവ്സ് ആണ്. ഞാനിത് സപ്പോർട്ടയുടെ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അത് വെട്ടിയപ്പം അതിൻ്റെ ലീവ്സ് ഞാൻ ഉണക്കി വെച്ചതാണ്. അപ്പോൾ ആ ലീവ്സും കൂടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. കണ്ടോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് അക്രിലിക് പെയിൻറ്റ്സ് വേണം നമുക്ക് ഈ ഒരു പൂവും അതുപോലെ ലീവ്സൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. റെഡും മെറ്റാലിക് ഗോൾഡും അതുപോലെ ഗ്രീൻ, 2 ടൈപ്പ് ഓഫ് ഗ്രീനും എടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതായത് ഈ ഒരു തേങ്ങയുടെ മുകളിലുള്ള ആ ക്യാപ്പും പൂ പോലുള്ള ക്യാപ്പ് ഞാനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുവാണ്. റെഡ് പെയിൻറ്റാണ് കൊടുക്കുന്നത്. നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുക, ഇടയിൽ ഗ്യാപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുക. ഇനി സെൻറ്റർ പോർഷൻ ഞാൻ മെറ്റാലിക് ഗോൾഡാണ് കൊടുക്കുന്നത് കളറ്. അപ്പോൾ അത് മെറ്റാലിക് ഗോൾഡ് സെൻറ്റർ പോർഷനിൽ കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ലീഫ് കളർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ലീഫ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ലീഫ് ഗ്രീനും ഡാർക്ക് ഗ്രീനുമാണ് മിക്സ് ചെയ്തേക്കുന്നത്. അത് രണ്ടും കൂടെ ഞാൻ ആ ലീഫിലേക്കൊക്കെ ഒന്ന് നന്നായി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിങ്ങനെ എല്ലാ ലീവ്സും അതുപോലെ തന്നെ ആ ഒരു ഫ്ലവർ ടൈപ്പിലുള്ള ആ തേങ്ങയുടെ പൂവും നമുക്ക് നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ ഞാൻ കുറച്ചധികം തന്നെ ലീവ്സും അതുപോലെ ആ തേങ്ങയുടെ മുകളിൽ ആ തൊപ്പിയും ഒക്കെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. നല്ല ഭംഗിയായിട്ട് ഞാനിത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആയി കിട്ടുന്ന ഒരു ടൈം മാത്രമേ നമുക്ക് എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രിസ്മസ് റീത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ മാരി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ളത് എനിക്ക് മുൻപ് കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസ് ഡെക്കോറിൽ എന്തോ ഞാൻ ചെയ്ത് വെച്ചതാണ്. ഈ ഒരു മാരി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ബോർഡ് ഇത് ഞാൻ ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കമ്പിയിട്ട് കെട്ടാനാണ് പോകുന്നത്. ഞാൻ അതിൻ്റെ മുകളിൽ ഗ്ലിറ്റർ ഔട്ട്ലൈനർ വെച്ചിട്ട് ഒന്ന് ഗ്ലിറ്റർ ഔട്ട്ലൈനർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അതൊക്കെ ഉണ്ടോ, ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഗ്ലിറ്റർ ഔട്ട്ലൈനറാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ കമ്പി ഒന്ന് നന്നാക്കി ഇതിൽ കെട്ടി വെക്കാം. അപ്പോൾ ഇത് ഇളകാതെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പിയിട്ട് കെട്ടുന്നത്. ഇപ്പോൾ 2 സൈഡും ഞാനത് നന്നായിട്ട് ഈ റീത്തിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ലീവ്സ് ഒട്ടിച്ച് കൊടുക്കാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ലീവ്സ് ഒട്ടിച്ചെടുക്കുന്നത്. കുറച്ച് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലൂ ഗൺ ഇട്ട് നല്ലപോലെ ഈ ലീവ്സൊക്കെ ഒന്ന് ഈ ക്രിസ്മസ് വൃത്തിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾക്ക് എങ്ങനെയാണോ ഭംഗി തോന്നുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഗ്ലൂ ഗൺ വെച്ച് ഞാൻ ലീവ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് ഒട്ടിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്ക് എങ്ങനെ വെച്ചാലാണ് ഭംഗി ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇതങ്ങനെ ഒട്ടിച്ചു. ഇനി ഇത് ആ ഒരു തേങ്ങയുടെ ആ ഒരു മുകളിലുള്ള തൊപ്പി ആ കളർ ചെയ്ത് വെച്ച ഫ്ലവർ പോലുള്ള സംഭവം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ കംപ്ലീറ്റ് റൗണ്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കണ്ടോ, നമുക്കിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഞാൻ ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഡ്രോപ്സ് ഇട്ട് കൊടുക്കണം. വാട്ടർ ഡ്രോപ്സ് ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഏകദേശം നമ്മളിങ്ങനെ ഒരു നനവ് ഉള്ളൊരു ഫീലിംഗ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ട്രാൻസ്പാരൻറ്റ് ഗ്ലൂ സ്റ്റിക്ക് എടുക്കാൻ തന്നെ ശ്രമിക്കണം, ഇല്ലെങ്കിൽ അതിനൊരു മഞ്ഞ കളർ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പാരൻറ്റ് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഒരു അടിപൊളി ക്രിസ്മസ് റീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയൊരു ക്രിസ്മസ് റീത്താണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് മറക്കണ്ട, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും നിങ്ങൾ തന്ന സപ്പോർട്ട് എനിക്ക് അത്രയും വലിയൊരു കാര്യമാണ്. എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു.
അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് ബൈ.